ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ദേവിശ്രീ പ്രവണിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിശ്രീ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഉറക്കത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഉള്ള ഒരു 5 മിനിറ്റ് സമയം നമുക്ക് നമ്മുടെ ഭാവിയെ രചിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാമോ? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആ ഒരു സമയം എങ്ങനെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താമെന്നും ഈ ഒരു സമയത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തി ആ ഒരു വേണ്ട വിധത്തിൽ യൂസ് ചെയ്ത് നമുക്കായി പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഭാവിയിലെ ലക്ഷ്യങ്ങളെ എങ്ങനെ നേടിയെടുക്കാം എന്നുമുള്ളതുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വളരെ ലളിതമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതും വളരെ പവർഫുൾ ആയിട്ടുള്ള സാറ്റ്സ് ടെക്നിക് ആണ് ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമോ എന്നറിയത്തില്ല. എന്താണ് ഈ സാറ്റ്സ്? സ്റ്റേറ്റ് അക്കിൻ ടു സ്ലീപ്പ് എന്നാണ് സാറ്റ്സ് എന്നതുകൊണ്ട് പറയുന്നത്. ലോകപ്രശസ്ത ആത്മീയ ഗുരുവായിട്ടൊക്കെ കരുതപ്പെടുന്ന നെവിൽ ഗോഡാർഡ് ആണ് ഈ ഒരു പ്രാക്ടീസ് കൊണ്ടുവന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ സ്റ്റേറ്റ് അക്കിൻ ടു സ്ലീപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഒരവസ്ഥ. ആ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളുടെ ശരീരം ഇങ്ങനെ ഉറങ്ങാനായിട്ട് തയ്യാറെടുക്കുകയാണ്. മൈൻഡൊക്കെ ശാന്തമായി, ചിന്തകളൊക്കെ ഇങ്ങനെ സാവധാനം, കണ്ണുകളൊക്കെ ഇങ്ങനെ അടഞ്ഞു വരും. എന്നാൽ മൈൻഡ് അങ്ങോട്ട് പൂർണ്ണമായിട്ട് നമ്മൾ ഉറക്കത്തിലേക്ക് പോയിട്ടില്ല. ആ ഒരു ടൈമില്ലേ, അതായത് ഉറക്കത്തിനും ഒരു കോൺഷ്യസ്നെസ്സിനും ഇടയിലുള്ള ഒരു സ്റ്റേറ്റ്, ആ ഒരു അവസ്ഥയാണ് നമ്മൾ സാറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സമയം എങ്ങനെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം, നമ്മളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് പ്രയോജനപ്പെടുത്താം എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും റിസപ്റ്റീവ് ആയിട്ടിരിക്കുന്ന സമയമാണ് ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റേറ്റ്, അതായത് ഈ സാറ്റ്സ് സ്റ്റേറ്റ്. മാനിഫെസ്റ്റേഷൻ്റെ ഗേറ്റ് വേ ആയിട്ടൊക്കെ നമുക്ക് ഈ ഒരു സമയത്തെ കാണാൻ കഴിയുന്നതാണ്. അപ്പം എന്താണ് ഇവിടെ ഇനി ചെയ്യേണ്ടതെന്ന് നോക്കിയാൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഉറങ്ങാൻ പോകുന്ന സമയം നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം എന്താണോ അതിനകം സംഭവിച്ചതായിട്ടുള്ള ഒരു ചെറിയ സീനിനെ ഇമാജിൻ ചെയ്യുക, അതിൻ്റെ ഇമോഷൻസ് ഫീൽ ചെയ്യുക, ആ ഫീലിൽ അങ്ങനെ കിടന്ന് ഉറങ്ങുക. ഇതെങ്ങനെ ചെയ്തു വരാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതെങ്ങനെ ചെയ്യാം? കാരണം ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പം അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഒന്നാമത്തത്, നമ്മളുടെ ആഗ്രഹത്തെ സെലക്ട് ചെയ്തെടുക്കുക. ഒരാൾക്ക് ഒരാഗ്രഹം മാത്രമായിരിക്കത്തില്ല അല്ലേ? അയാളുടെ സറൗണ്ട് ചെയ്തിട്ടുള്ള ചെറുതും വലുതുമായിട്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായി. അപ്പം കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനും ക്ലാരിറ്റിയോടുകൂടി ഫുൾ ഇമോഷൻ കൊടുത്ത് ഹൈ വൈബ്രേഷനിലേക്ക് ആ ഒരു ചിന്തയെ കൊണ്ടുവരാൻ എപ്പോഴും ഒരു സമയം നമ്മൾ ഒരാഗ്രഹത്തെ ചൂസ് ചെയ്ത് വെക്കുക. ഇപ്പം നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവരാണ്, മുമ്പ് ചെയ്തൊന്നും ശീലമില്ലാതൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത്, നല്ല റിസൾട്ട്സ് കിട്ടാനും നിങ്ങൾക്കിതിലൊരു വിശ്വാസം ഉണ്ടാകാനും നിങ്ങൾക്കിത് ലൈഫ് ലോങ് ആയിട്ട് ഈ ഒരു പ്രോസസ്സിനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ഇൻട്രസ്റ്റും ഒക്കെ കിട്ടാൻ എപ്പോഴും നല്ലത് ചെറിയ വിഷുകൾ, അല്ലെങ്കിൽ ചെറിയ കാലയളവിൽ ഷോർട്ട് ടേം ആയിട്ടുള്ള ചെറിയ വിഷുകളെ എപ്പോഴും ഫസ്റ്റ് ചൂസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ലോങ് ടേം വിഷുകൾ എടുക്കുന്നതും അപ്പോൾ അതിനായിട്ട് ഒരുപാട് സമയം എടുക്കുമ്പോഴോ അതല്ലെങ്കിൽ വലിയ ഗോൾസുകൾ ഒക്കെ എടുക്കുമ്പോഴൊക്കെ അതിൻ്റെ എഫേർട്ട് കൂടുതൽ വേണ്ടി വരുന്ന ഒക്കെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ക്ലാരിറ്റി, കൺഫ്യൂഷനും സംശയങ്ങളും അതുപോലെ നമുക്ക് ക്ഷമ നശിക്കാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പം ചെറിയ വിഷുകളിൽ നിന്ന് എപ്പോഴും തുടങ്ങുന്നത് നമുക്കെപ്പോഴും ഹെൽപ്ഫുള്ളാണ്. ഇനി അത് അങ്ങനെയുള്ളൊരു വിഷ് നമ്മൾ ചൂസ് ചെയ്യുക. ഡ്രീം ജോബോ, ഹാപ്പി റിലേഷൻഷിപ്പോ, ഫിനാൻഷ്യൽ അഡ്വൈസോ, നിങ്ങൾക്ക് ഹെൽത്ത് ആണെങ്കിൽ അതോ, അതല്ല നിങ്ങൾക്ക് ഒരു 1000 രൂപ വേണമെന്നോ, ഒരു പുതിയ ഡ്രസ്സ് വേണമെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള ആഗ്രഹം എന്ത് തന്നെയാണെങ്കിലും വളരെ ക്ലിയർ ഇൻറ്റൻഷനോടുകൂടി അതിനെ നമ്മൾ ചൂസ് ചെയ്യുക. ചൂസ് ചെയ്തെടുത്ത ആഗ്രഹം നമുക്ക് നേടണമെന്ന് ആത്മാർത്ഥമായിട്ട് നമ്മളുടെ ഉള്ളിൽ ഉള്ളതായിരിക്കണം കേട്ടോ. ചുമ്മാ അതൊരു അന്നേരത്തെ ഒരു ട്രൈ ചെയ്ത് നോക്കുക, ഒരു പരീക്ഷണത്തിന് അങ്ങനെയൊന്നും എടുക്കുന്നതാവരുത്. നമ്മളുടെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ മാത്രമേ നമ്മൾ ഇതിൽ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ മാനിഫെസ്റ്റേഷൻ അനായാസമായിട്ട് നടക്കണമെങ്കിൽ ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം വേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ആഗ്രഹത്തെ ചൂസ് ചെയ്ത് നെക്സ്റ്റ് ഇതിൻ്റെ ഒരു ചെറിയ സീൻ നിങ്ങൾ മനസ്സിൽ കാണണം. ഒരു 5 സെക്കൻഡൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു വിഷ്വൽ മതി. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നേടിയതിന് ശേഷമുള്ള നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മനോഹരമായ സീൻ, അല്ലെങ്കിൽ ഈ ആഗ്രഹം നിങ്ങൾ സാധിക്കുന്ന ആ ഒരു മൊമെൻറ്റ്, അത് നിങ്ങൾക്ക് മനസ്സിൽ കാണാം. അതൊന്ന് ഇമാജിൻ ചെയ്തെടുക്കാം.
ഇപ്പോൾ നിങ്ങൾക്ക് ജോലി ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അപ്പോയിൻമെൻ്റ് ലെറ്റർ മേടിച്ച് അത് പൊട്ടിച്ച് വായിക്കുന്ന ആ ഒരു സീൻ നിങ്ങൾക്ക് മനസ്സിൽ കാണാം. ഇപ്പോൾ റിലേഷൻഷിപ്പ് ഗോൾസ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ വിവാഹം നടക്കുന്ന ആ ഒരു മൊമെൻറ്റോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഒരു നല്ലൊരു മൊമെൻറ്റോ ഒക്കെ നിങ്ങൾക്ക് മൈൻഡിൽ കൊണ്ടുവരാം. നിങ്ങളൊരു വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആ വാങ്ങിച്ച വണ്ടിയിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതും ഡ്രൈവ് ചെയ്യുന്നതും അങ്ങനെയൊക്കെയുള്ള നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചിത്രം നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഇപ്പോൾ ഹെൽത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ഹെൽത്ത് റിപ്പോർട്ട്സുകളും വളരെ പെർഫെക്റ്റ് ആണെന്ന് ഡോക്ടർ പറയുന്നത്, ആ ഒരു കാര്യമൊക്കെ നമുക്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്യാം. നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് അനുകൂലമായ ചിത്രമായിരിക്കണം മനസ്സിൽ ഇമാജിൻ ചെയ്യേണ്ടത്. അപ്പോൾ ചെറിയൊരു സീൻ മതി, ബട്ട് അതിന് കൊടുക്കുന്ന ഇമോഷൻ വളരെ സ്ട്രോങ് ആവണം. ഇവിടെ നമുക്ക് ഇമാജിനേഷനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ചെറിയ ടിപ്പും കൂടെ യൂസ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം കുറേ ഫെസിലിറ്റീസ് ഉണ്ടല്ലോ. ഈ AI ഒക്കെ വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ChatGPT, Gemini പോലെയൊക്കെയുള്ള അത് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആഗ്രഹിച്ച ആ ഒരു സീനിനെ നമുക്ക് പ്രോംപ്റ്റ് കൊടുത്ത് ക്രിയേറ്റ് ചെയ്യിപ്പിക്കാം, അതിനെ ചിത്രങ്ങളാക്കി മാറ്റാം. ഡിജിറ്റലി നമുക്കതിനെ ക്രിയേറ്റ് ചെയ്ത് ചിത്രമാക്കി വേണമെങ്കിൽ അത് നമുക്ക് വാൾപേപ്പറായിട്ട് സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ ഗാലറിയിൽ സൂക്ഷിക്കുകയോ, ഇനി വേണമെങ്കിൽ അതൊന്ന് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഡയറിയിലോ വിഷൻ ബോർഡ് ഉണ്ടെങ്കിൽ അതിലോ ഒക്കെ എടുത്ത് വെക്കുകയോ അങ്ങനെയൊക്കെ പേഴ്സണലി അതെടുത്ത് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് ആ ഒരു സീനിനെ ഡെയിലി ഇമാജിൻ ചെയ്യാൻ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഒരു പേഴ്സണൽ അഡ്വൈസ് ഞാൻ പറയാം, നമ്മളുടെ ആഗ്രഹം അധികം ആരോടും എപ്പോഴും പറഞ്ഞു നടക്കുകയോ ഷെയർ ചെയ്യുന്നതോ ഒക്കെ ഒഴിവാക്കുന്നതാണ് നമ്മൾ ലക്ഷ്യത്തിലേക്ക് തടസ്സങ്ങളില്ലാതെ പോകാൻ ഹെൽപ്ഫുള്ള്. അപ്പം ഈ പിക്ചറൊക്കെ എടുത്ത് വെക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ പിക്ചർ നമുക്ക് ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നതിന് മുന്നേയൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് നോക്കി മനസ്സിലൊന്ന് പതിപ്പിച്ച് വെക്കുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇമാജിൻ ചെയ്യാനും ആ ഒരു ഇമേജിന് മാക്സിമം ഇമോഷൻ കൊടുക്കാനും ഒക്കെ ഹെൽപ്ഫുള്ളാണ്. ഞാൻ പേഴ്സണലി അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഇനി എപ്പോഴാണിത് ചെയ്യേണ്ടത്? ഈ ഒരു ടെക്നിക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ സമയമാണ്. ഇത് ചെയ്യേണ്ട ശരിയായ ഒരു സമയത്ത് ചെയ്യുന്നതാണ് ഇതിന് ഏറ്റവും ബെനഫിറ്റ് ഉണ്ടാക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ രാത്രിയിലെ എല്ലാ വർക്കുകളും എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ട് നമ്മൾ മൊബൈലും ഒക്കെ നോക്കി അതുമൊക്കെ മാറ്റി വെച്ച് പ്രയർ ഉണ്ടെങ്കിൽ അതും കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാൻ പോവുകയാണ്. ബെഡിൽ കിടന്ന് ഉറക്കത്തിലേക്ക് അങ്ങനെ പോകുന്ന ടൈം, അതായത് നമ്മളങ്ങ് പൂർണ്ണമായും റിലാക്സായി നമ്മളുടെ ശ്വാസമൊക്കെ സ്ലോ ആയി ഓൾമോസ്റ്റ് നമ്മൾ സ്ലീപ്പ് സ്റ്റേറ്റിലേക്ക് എത്തുന്ന ആ ഒരു ടൈമുണ്ട്. ആ ഒരു സാറ്റ് സ്റ്റേറ്റ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പം ഈ ഒരു ടൈമിലാണ് നമ്മൾ ഈ സീൻ മൈൻഡിലേക്ക് കൊണ്ടുവരേണ്ടത്. അത് നമ്മൾ ഫോഴ്സ്ഫുള്ളി അല്ല, നമ്മൾ ആ ഒരു ഓർമ്മയോടെ അത് ചെയ്യാൻ തയ്യാറാകണം. അപ്പം നമ്മൾ വളരെ നാച്ചുറലായിട്ടാണ് ചെയ്യേണ്ടത്. അയ്യോ അത് ചെയ്തില്ലല്ലോ എന്ന് വെപ്രാളപ്പെട്ടൊന്നും ചെയ്യാൻ നിൽക്കരുത്. വളരെ നാച്ചുറലായിട്ട് നമ്മളത് ഇമാജിൻ ചെയ്യുക. സാവധാനം 1-2 തവണ ഈ ചെയ്ത ഇമാജിനേഷൻ ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. മനസ്സിൽ കാണുന്ന ആ ചിത്രത്തോട് 100% യോജിക്കുന്ന, നീതി പുലർത്തുന്ന ഫീലിങ്സ് ആവണം നമ്മളുടെ ഉള്ളിലുണ്ടാകേണ്ടത്. ആ കൊടുക്കുന്ന ഇമോഷണൽ ഫീലിംഗ് ആണ് ശരിക്കും മൈൻഡിലേക്ക് കയറിപ്പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനകം ആ ജീവിതം ജീവിക്കുന്നവനാണ് എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് അത് അനുഭവിക്കുക, ഫീൽ ചെയ്യുക. മനസ്സ് നിറഞ്ഞ് ഉള്ളിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഇമാജിനേഷൻ അവസാനിപ്പിക്കാം. ഒരു 5-10 സെക്കൻഡ് മാത്രം നീണ്ടു നിൽക്കുന്നൊരു പ്രോസസ്സാണിത്. വേണമെങ്കിൽ അത് മിനിമം ഒരു 5-10 സെക്കൻഡോളം മാത്രം മതി. പിന്നെ നിങ്ങൾക്ക് കഴിയുന്നത്ര ഫീല് കൊടുക്കാൻ കുറച്ചും കൂടെ സമയം വേണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഉറങ്ങുക എന്നുള്ളതാണ്. ഉറങ്ങുമ്പോൾ നമ്മളുടെ ഉള്ളിലുണ്ടാകേണ്ട ആ ഒരു ലാസ്റ്റ് ചിന്ത എന്ന് പറയുന്നത് ഇതിനോടകം സംഭവിച്ചു, നന്ദി എന്നായിരിക്കണം. അല്ലെങ്കിൽ ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഗോഡ്. അങ്ങനെ ആ ഒരു ചിന്തയോട് കൂടി നിങ്ങളങ്ങ് ഡയറക്റ്റ് ഉറങ്ങുകയാണ്. അപ്പം നമ്മളുടെ ആഗ്രഹങ്ങളാകുന്ന വിത്തുകളെയൊക്കെ വേണ്ട വിധം തഴച്ചു വളരാനുള്ള വെള്ളവും വളവും ഒക്കെ പാകുന്ന പോലെയാണ് ഈ ഒരു പ്രോസസ്സ്. ഇനി ഇത് എത്ര ദിവസം ചെയ്യണം എന്ന് ചോദിച്ചാൽ, നമ്മളൊരാഗ്രഹം കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞത് 7 ദിവസമെങ്കിലും ചെയ്യണം.
ബെസ്റ്റ് റിസൾട്ടിന് 21 ദിവസമാണ് ചെയ്യേണ്ടത്. മിനിമം 7 ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഒരാഗ്രഹത്തെ ഒരു ഇമേജ് തന്നെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. ഓരോ ദിവസവും സീൻ മാറ്റരുത്, സെയിം ചിത്രം തന്നെ ആയിരിക്കണം ഇമാജിൻ ചെയ്യേണ്ടത്. ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നതാണ് ഇതിനകത്ത് സീക്രട്ട്. അപ്പോൾ ആവർത്തിച്ച് ചെയ്യുന്നത് ശരിയായ ഒരു അലൈൻമെൻറ്റ് ഉണ്ടാക്കാൻ ഹെൽപ്ഫുള്ളാണ്. 7 ദിവസവും ഒരേ സീൻ തന്നെ കാണുന്നത് ഡൗട്ട്ഫുൾ ഇല്ലാതെ, കൺഫ്യൂഷൻ ഇല്ലാതെ നമ്മളുടെ മൈൻഡ് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇത് ഏതൊരാൾക്കും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിലും, വർക്കിംഗ് വുമൺ ആണെങ്കിലും, ഹൗസ് വൈഫ് ആണെങ്കിലും, അല്ല നിങ്ങൾ തന്നെ ഒരു ബിസിനസ് മാൻ ആണെങ്കിലും, ഒരു എൻ്റർപ്രണർ ആണെങ്കിലും, ആരാണെങ്കിലും നിങ്ങൾക്കിത് പോസിബിൾ ആണ്. കാരണം ഏതൊരു മനുഷ്യനും ഇമാജിൻ ചെയ്യാനുള്ള കഴിവുണ്ട്. മാത്രമല്ല ഇതിന് നമുക്ക് പേപ്പറും പേനയും തയ്യാറെടുപ്പുകളും ഒന്നും ആവശ്യമില്ല. നമ്മളെന്തായാലും ഉറങ്ങുമല്ലോ, ആ ഒരു സമയം നമുക്കിതിന് ചൂസ് ചെയ്യാം. ഇനി ഓർമ്മപ്പെടുത്താൻ ഒരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത് ചെയ്യുമ്പോൾ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യലോ ഫോഴ്സിങ്ങോ ചെയ്യരുത്. നമ്മളുടെ സമയത്തിൽ നമ്മൾ വിശ്വസിക്കുക. നമ്മൾക്ക് യോജിച്ച ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. ആ ഒരു ടൈമിങ്ങിൽ എന്തായാലും സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കും എന്നൊരു വിശ്വാസം വേണം. അപ്പോൾ ഇന്ന് രാത്രി മുതൽ ഇനി എനിക്ക് കിട്ടിയില്ല, എനിക്കിതില്ല എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ മാറ്റി വെച്ച് നമ്മളുടെ ഫ്യൂച്ചർ വേർഷനെ മനസ്സിൽ കണ്ടുകൊണ്ട്, ഫ്യൂച്ചറിൽ ഹാപ്പി ആയിട്ടുള്ള ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള നിങ്ങളെ നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഉറങ്ങുക. ആ നിങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ഈ പ്രപഞ്ചം മുഴുവൻ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുക. കാരണം എല്ലാ കാര്യങ്ങളും 2 പ്രാവശ്യം സൃഷ്ടിക്കപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. ആദ്യം നമ്മളുടെ ഭാവനയിലും പിന്നീട് അത് റിയാലിറ്റിയിലും. അപ്പോൾ ഇമാജിനേഷനെ റിയാലിറ്റി ആക്കുന്ന ഒരു വാതിലാണ് ഈ സാറ്റ് സ്റ്റേറ്റ്. അപ്പോൾ ഏറ്റവും നല്ല ഈ ഒരു സമയത്തെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ചിന്തകളിലേക്ക് കൊണ്ടുപോയി ഏറ്റവും നല്ല ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജീവിതം മാറുന്നത് നമുക്ക് എല്ലാവർക്കും ഫീൽ ആകുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസുകളൊക്കെ കമൻറ്റുകളായിട്ട് ഷെയർ ചെയ്യുക. ഒപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.